കാൽവിൻ പെർഫ്യൂംസിൻ്റെ 35ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. എല്ലാ പിതാക്കന്മാർക്കും ഫാദേഴ്സിനും ഇന്ന് എൻ്റെ വക ആശംസകൾ. 2 ദിവസം മുമ്പ് യാദൃശ്യമായിട്ട് ഞാൻ വീഡിയോയിൽ, യാദൃശ്യമല്ല, വീഡിയോ ഇങ്ങനെ പെർഫ്യൂംസിൻ്റെ റിവ്യൂസൊക്കെ ഇങ്ങനെ ഞാൻ കാണാറുണ്ട്. അപ്പം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. അതിൽ എഴുതിയേക്കുന്ന ഇതാണ്: ഈ പെർഫ്യൂം വാങ്ങിക്കരുതെന്ന്. സ്വാഭാവികമായിട്ടും മലയാളികൾ അല്ലെങ്കിൽ മനുഷ്യരുടെയൊക്കെ ഒരു ഇതാണല്ലോ, നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പം ഞാൻ ആ വീഡിയോയിലേക്ക് വളരെ വിശദമായിട്ടൊന്ന് അതിലേക്ക് ഇറങ്ങിത്തിരിച്ച്. ഒന്നുമല്ല, ആ പെർഫ്യൂം എന്ന് പറയുന്നത് മൈസൻ ക്രിവേലിയുടെ ഊദ് മെറാക്കുജ എന്ന് പറയുന്ന പെർഫ്യൂമാണ്. അതവരെ മെൻഷൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഊദ് ലവേഴ്സിനോടാണ് ഈ പെർഫ്യൂം വാങ്ങിക്കരുതെന്ന് പറഞ്ഞത്. ആക്ച്വലി അത് ഒരു ഊത് പെർഫ്യൂം അല്ല. അത് ആക്ച്വലി ഊത് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫ്രൂട്ടി ബേസ്ഡ് പെർഫ്യൂമാണ്. ഓക്കെ, ഞാൻ ആക്ച്വലി എൻ്റെ റിവ്യൂസ് മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ആ പെർഫ്യൂമിൻ്റെ ഒന്ന് അറിയണം എന്ന് തോന്നി. കാരണം എൻ്റെ ഷോപ്പിൽ ആ പെർഫ്യൂം ഇല്ല. ഞാൻ ആ പെർഫ്യൂമിൻ്റെ സാമ്പിൾ ഒന്ന് വരുത്തിച്ച് ആ പെർഫ്യൂം ഞാൻ അടിച്ചും നോക്കി. ശരിക്കും ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സുഖമുള്ളൊരു പെർഫ്യൂം. അതിനകത്ത് അതിൻ്റെ അകത്ത് സ്മെല്ലുകൾ കിട്ടുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ മണം, പാഷൻ ഫ്രൂട്ട്, നമ്മുടെ ബ്ലാക്ക് കറണ്ട്, ഇത് രണ്ടും ഫ്രൂട്ടിയിലെ ഏറ്റവും തിക്കായിട്ടുള്ള ഫ്രൂട്ടി നോട്ട്സ് കിട്ടുന്ന രണ്ട് കണ്ടന്റാണ്. അതുകൂടെ ഫ്ലോറലിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ടർക്കിഷ് റോസിൻ്റെ മണം, സഫ്രോണിൻ്റെ മണം, ഇങ്ങനെയുള്ള ആ മണം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിക്നെസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ലെതർ ഉണ്ട്, പച്ചോലി ഉണ്ട്, നമ്മുടെ ഊതുണ്ട്, ആംബർ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും കൂടി ചേർന്ന് വരുന്നൊരു സമ്മിശ്ര ഔട്ട്പുട്ട്. ശരിക്കും ഒരു നല്ലൊരു വൈബായിട്ട് എനിക്ക് ആ പെർഫ്യൂമിനെ തോന്നി. എനിക്ക് ചെറിയൊരു സാമ്പിൾ പാക്ക് എനിക്ക് കിട്ടിയത്. ഞാനത് അപ്ലൈ ചെയ്യുകയും ചെയ്തു. അത്യാവശ്യം നല്ല ലാസ്റ്റിങ്ങും ഉണ്ട്, നല്ല പ്രൊജക്ഷനും ഉണ്ട്. ശരിക്കും പറഞ്ഞത് ആണുങ്ങളുടെ പെർഫ്യൂം മാത്രമല്ല, ഒരു യൂണിസെക്സ് ആയിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാം. ഈ പെർഫ്യൂം നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്, ഡെഫിനറ്റ്ലി ഒരു ഓഫീസ് പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാം. കാരണം ഈ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അടുത്തിരിക്കുന്നവർ നോക്കും, ഉറപ്പായിട്ടും നോക്കും. അത്രയ്ക്കും നല്ലൊരു അട്രാക്ഷൻ ആ പെർഫ്യൂമിലുണ്ട്. കാരണം ഫ്രൂട്ടി നോട്ട്സ് എപ്പോഴും ഒരു അട്രാക്റ്റീവ് വൈബായിരിക്കും അതിൻ്റെ അകത്ത് കിട്ടുക. ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം, പാർട്ടി വെയർ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. നമുക്കിതൊരു ഓൾ ഒക്കേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു പെർഫ്യൂമാണ് മൈസൻ ക്രിവേലിയുടെ ഊദ് മെറാക്കുജ. ഫ്ലോറൽ നോട്ട്സ് കംപ്ലീറ്റ് അതിൻ്റെ അകത്തുണ്ട്, ഫ്രൂട്ടി നോട്ട്സ് അതിൻ്റെ അകത്തുണ്ട്, ഊത് നോട്ട്സ് ഉണ്ട്. ഇത് മൂന്നും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ, ഒരു പ്രത്യേക വൈബ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ കോസ്റ്റ് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കോസ്റ്റാണെന്ന് തോന്നുന്നില്ല. അത് നോക്കിയാൽ കോസ്റ്റ് എത്രയുണ്ടെന്നുള്ളത് അറൗണ്ട് 25,000 റുപ്പീസിൻ്റെ ഇടയ്ക്ക് വരും അതിൻ്റെ 50 ml ഒറിജിനൽ പെർഫ്യൂമിന്. ഊത് പെർഫ്യൂം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഊത് പെർഫ്യൂംസ് എല്ലാം മിഡിൽ ഈസ്റ്റുകാരുടെ പെർഫ്യൂമാണല്ലോ. ഈ മൈസൻ ക്രിവേലി എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഫ്രഞ്ച് പെർഫ്യൂമാണ് ആക്ച്വലി അത്. ഇതൊരു അറബിക് പെർഫ്യൂം അല്ല. എല്ലാവർക്കും ഞാൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നു ഈ പെർഫ്യൂം വാങ്ങിക്കാനായിട്ട്. എൻ്റെ ഷോപ്പിലേക്ക് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഓയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് ടൈമെങ്കിലും എടുക്കും അത് കിട്ടാനായിട്ട്. ഡെഫിനറ്റ്ലി അത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഷോപ്പിൽ നിന്ന് അത് അവൈലബിൾ ആയിരിക്കും. ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു പുതിയ വ്യത്യസ്ത പെർഫ്യൂം പരിചയപ്പെടുത്തുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. താങ്ക് യു.